നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ കുടുംബത്തിന് നേരെ ആക്രമണത്തിൽ പെൺകുട്ടിയുടെ പിതാവിനും മുത്തച്ഛനും കുത്തേറ്റു. ആക്രമണം നടത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പീരുമേട് ഡിവൈഎസ്പി ഓഫീസ് ഉപരോധിച്ചു. ഇടുക്കി ജില്ലയിൽ ഗവർണർ എത്തുന്ന 9-ാം തീയതി ചൊവ്വാഴ്ച ഹർത്താൽ പ്രഖ്യാപിച്ച LDF ജില്ലാ നേതൃത്വം. ഗവർണർ തൊടുപുഴയിലെത്തുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുവാൻ. യാതന അനുഭവിക്കുന്നവന്റെ മേൽ തീക്കനൽ കോരിയിട്ട് പീഡിപ്പിക്കുന്നതിന് തുല്യമായ നടപടിയാണ് ചൊവ്വാഴ്ചത്തെ ഹർത്താലെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. ഗവർണർക്കും വ്യാപാരികൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി MM മണി. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർ ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കുന്നത് പിറപ്പ് പണിയാണ്. ഗവർണർക്ക് വ്യാപാരികൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുക്കുന്നത് അംഗീകരിക്കാനാകില്ല. വലയിടത്തം കിടക്കുന്ന വായി നോക്കിയൊക്കെയാണ് ഗവർണറായി വയ്ക്കുന്നതെന്നും MM മണി. നിയമക്കുരുക്കുകളിൽ കുടുങ്ങിക്കിടന്ന 750 ഓട്ടോറിക്ഷ പെർമിറ്റുകൾ തീർപ്പാക്കി കട്ടപ്പന നഗരസഭ. ഇനി അനുവദിക്കാനുള്ളത് ആവശ്യമായ ഫിറ്റ്നസ് രേഖകളില്ലാത്ത 200 അപേക്ഷകളും സ്റ്റാൻഡ് കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് തീർപ്പാക്കാത്ത 50 പെർമിറ്റുകളും. വിശദമായ വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ കുടുംബത്തിന് നേരെ കുറ്റാരോപിതന്റെ ബന്ധു ആക്രമണം നടത്തി. ആക്രമണത്തിൽ പെൺകുട്ടിയുടെ പിതാവിനും മുത്തച്ഛനും കുത്തേറ്റു. ഇവരെ വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആക്രമണം നടത്തിയ പ്രതിയെ പോലീസ് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. വണ്ടിപ്പെരിയാറിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിനും മുത്തച്ഛനും നേരെയാണ് കുറ്റാരോപിതനായ അർജുന്റെ പിതാവിന്റെ സഹോദരൻ ആക്രമണം നടത്തിയത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ പിതാവിനും മുത്തച്ഛനും കുത്തേറ്റു. പരിക്കേറ്റ ഇവരെ വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. രാവിലെയായിരുന്നു സംഭവം നടന്നത്. പെൺകുട്ടിയുടെ പിതാവും മുത്തച്ഛനും വണ്ടിപ്പെരിയാർ ധർമാവലിയിൽ മരണച്ചടങ്ങിൽ പങ്കെടുക്കാൻ പോകവേ വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ വെച്ച ഇവരെ വാഹനത്തിൽ കണ്ട കുറ്റാരോപിതനായ അർജുനന്റെ പിതൃസഹോദരൻ പാൽരാജ് അസഭ്യം പറയുകയായിരുന്നു. ഇവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഇത് ചോദ്യം ചെയ്തതോടെ വാക്കേറ്റമുണ്ടായി. തുടർന്ന് പാൽരാജ് പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പെൺകുട്ടിയുടെ പിതാവിന്റെ 2 കാലുകൾക്കും വയറിനും പരിക്കേറ്റു. മുത്തച്ഛന്റെ കൈക്കും വയറിനുമാണ് പരിക്ക. ഉടൻ തന്നെ ഇവരെ നാട്ടുകാർ ചേർന്ന് വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് തങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായതെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു. അതിനുവേണ്ടി ഞാനും എൻ്റെ അച്ഛനും കൂടെ സ്കൂട്ടിക്ക് അങ്ങോട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് വഴിയാണ് പോകുന്നത്. കാരണം അങ്ങനെ പോകുമ്പോൾ ഈ അർജുനൻ്റെ ചിറ്റപ്പൻ ബാബു എന്ന് പറഞ്ഞ പാൽരാജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു. അപ്പം നമ്മളെ കണ്ടിട്ട് കൈ കൊണ്ടിങ്ങനെ കാണിക്കുന്നു. ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്നാടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോയപ്പോഴത്തേന് ഈ പാക്കറ്റിൽ നിന്ന് കത്തി പോലത്തെ ഞാൻ എടുത്തിട്ട് കുത്തുവാണ്. ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലപ്പെടുത്തേന് ഞങ്ങൾ അന്നേരം അറിഞ്ഞില്ല എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം കൊണ്ട് കുത്തുന്നത്. അപ്പം ആൾക്കാരൊന്ന് പിടിച്ചു മാറ്റി ഇങ്ങനെ നോക്കുന്ന എല്ലാം ബ്ലഡ് തന്നെ കുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. സംഭവത്തിനു ശേഷം വണ്ടിപ്പെരിയാർ പോലീസ് ആക്രമണം നടത്തിയ പാൽരാജിനെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തു. മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തി. വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പീരുമേട് ഡിവൈഎസ്പി ഓഫീസ് ഉപരോധിച്ചു. ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സമരത്തിൽ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ കേസിലെ ഇരയുടെ കുടുംബത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആരോപിച്ചു. മുഖ്യമന്ത്രിയോട് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടും ഇത്തരത്തിൽ സംഭവിച്ചത് അതിനുദാഹരണമാണ്. ഇത്തരം ഹീനകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് സംരക്ഷണം നൽകുന്ന ഇടമാണ് CPM പാർട്ടി ഓഫീസുകളെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകളെ കൊലപ്പെടുത്തിയ ആ കൊലയാളിക്ക് അത് തക്കതായ ശിക്ഷ ഉറപ്പാക്കി കൊടുക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം തിരിച്ചു വന്നതാണ്. ആ തിരിച്ചു വന്ന പിതാവിനെയാണ് മാരകമായി ഉപദ്രവിക്കുകയും കൊല ചെയ്യുന്നതിനും വേണ്ടി ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ ഇവരുടെ ഈ കാര്യത്തിലുള്ള ലക്ഷ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ കൃത്യം ചെയ്തതിന് ശേഷം പ്രതി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് ചെന്ന് കയറി എന്ന് പറയുമ്പോൾ ഈ ഹീനകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ സംരക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ആ പാർട്ടി ഓഫീസ് എന്നുള്ള നിലയിൽ നമ്മളതിനെ കണക്കാക്കേണ്ടതാണ്.
ഇത്തരത്തിലുള്ള ഹീനമായ പ്രവൃത്തികൾ നടത്തുന്ന ആളുകളെ, കൊലയാളികളെ സംരക്ഷിക്കുന്ന നടപടിയിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടി പിന്മാറണം. അവരെ മാതൃകാപരമായി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാനും ശിക്ഷിക്കുവാനുമുള്ള ആ ഒരു സമീപനം ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, ഒരു ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അവർ അത്തരത്തിലുള്ള ആ ഒരു നിലപാടിലേക്ക് അവരുടെ കാഴ്ചപ്പാട് മാറ്റണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇടുക്കി ജില്ലയിൽ ഗവർണർ എത്തുന്ന 9-ാം തീയതി ചൊവ്വാഴ്ച ഹർത്താൽ പ്രഖ്യാപിച്ച് LDF ജില്ലാ നേതൃത്വം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുവാനാണ് ഗവർണർ തൊടുപുഴയിലെത്തുന്നത്. ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടണമെന്നാവശ്യപ്പെട്ട അന്നേ ദിവസം LDFന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ചും നടത്തും. ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടണമെന്ന ആവശ്യവുമായി രാജ്ഭവനിലേക്ക് LDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 9-ന് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുമ്പോഴാണ് അതേ ദിവസം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജില്ലയിലേക്ക് എത്തുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന വ്യാപാരി ക്ഷേമ പദ്ധതിയായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനത്തിനായാണ് ഗവർണർ എത്തുക. ഗവർണറെ പരിപാടിക്കായി ജില്ലയിലേക്ക് കൊണ്ടുവരുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ കുറ്റപ്പെടുത്തി LDF രംഗത്തെത്തിയിരുന്നു. രാജ്ഭവൻ മാർച്ച് നടത്തുന്ന അന്ന് തന്നെ ഗവർണറെ ജില്ലയിലേക്ക് ക്ഷണിച്ചു വരുത്തി ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടിൽ നിന്ന് വ്യാപാരി നേതൃത്വം പിന്മാറണമെന്ന് LDF ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചും അന്നേ ദിവസം തന്നെ ഗവർണർ ജില്ലയിലേക്ക് എത്തുന്നതിലും പ്രതിഷേധിച്ചാണ് LDF ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ 1960 ഭൂപതിവ ഭേദഗതി നിയമത്തിന് അംഗീകാരം നൽകുവാൻ സംസ്ഥാന ഗവർണർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടിനെതിരെ 9-ാം തീയതി രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുവാൻ LDFന്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത്. 10,000-ഓളം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള മാർച്ചാണ് തീരുമാനിച്ചത്. അന്നേ ദിവസം തൊടുപുഴയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അവാർഡ് ദാന ചടങ്ങിന് അദ്ദേഹം ഡേറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് ജനങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനുള്ള ജനങ്ങൾ അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഗവർണർ തൊടുപുഴയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പരിപാടിയിൽ നിന്നും അവർ ഒന്നുകിൽ പിന്മാറണം, അല്ലെങ്കിൽ ഗവർണർ പിന്മാറണം. നമ്മുടെ ഗവർണറിൽ നിന്നും അങ്ങനെ ഒരു മര്യാദ പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ സംസ്ഥാന താല്പര്യങ്ങൾക്കെതിരായ നിലപാടാണ് എല്ലാ കാര്യവും അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ ദിവസം തന്നെ ഈ പരിപാടി നടത്തുന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതിയോടുള്ള പ്രതിഷേധവും ഗവർണറുടെ നടപടിയോടുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ജില്ലാവ്യാപകമായി ഒന്ന് ഹർത്താൽ നടത്തണമെന്നാണ് LDF ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. അതേസമയം വ്യാപാരികൾ നിശ്ചയിച്ച പരിപാടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യാപാരി നേതൃത്വം വ്യക്തമാക്കി. മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ ഉദ്ഘാടനം നടത്തും. ഗവർണർ പങ്കെടുക്കുന്നു എന്ന കാരണത്താൽ ചാരിറ്റി അനുകൂല പരിപാടിയെ എതിർക്കുന്നത് ശരിയാണോ എന്ന് എല്ലാവരും പുനർവിചിന്തനം നടത്തണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. ഗവർണർ എത്തുന്ന ദിവസം കരിങ്കൊടിയേന്തിയ വിദ്യാർത്ഥി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് SFIയും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായി ഭൂവിനിയോഗ നിയമത്തിന്റെ പേരിൽ മലയോര ജനതയെ നട്ടം തിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും യാതന അനുഭവിക്കുന്നവന്റെ മേൽ തീക്കനൽ കോരിയിട്ട് പീഡിപ്പിക്കുന്നതിന് തുല്യമായ നടപടിയാണ് ചൊവ്വാഴ്ചത്തെ ഹർത്താലെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയും ഗവർണറും നാട്ടിൽ കലാപം വിതച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന 2 ഭരണകർത്താക്കളാണെന്നും അദ്ദേഹം ആരോപിച്ചു. കെട്ടിട നിർമ്മാണ നിരോധനം സൃഷ്ടിച്ചതും 4 വർഷമായി ജനങ്ങളെ കബളിപ്പിച്ച ജനദ്രോഹ നിയമം പാസാക്കി ഗവർണറുടെ പക്കൽ എത്തിച്ചതുമെല്ലാം ഇടതുപക്ഷ സൃഷ്ടിയാണ്. 2019 ഡിസംബർ 17-ന് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഭേദഗതികൾ പാസാക്കുമെന്ന് സർവകക്ഷി യോഗത്തിൽ ഉറപ്പു നൽകിയ മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും 4 വർഷങ്ങൾക്ക് ശേഷം രാജ്ഭവൻ മാർച്ചും ഹർത്താലുമൊക്കെ നടത്തുന്നത് സ്വന്തം പിടിപ്പുകേടുകൾ മറച്ചുവെക്കുന്നതിനുള്ള തട്ടിപ്പാണ്. 2 പേരും ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും ജോയി വെട്ടിക്കുഴി ആരോപിച്ചു. ഈ സംസ്ഥാനത്ത് ഉടനീളവും യാത്ര ചെയ്യുന്ന പ്രദേശങ്ങളിൽ അവിടെ മുഴുവൻ കലാപം വിതച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന 2 ഭരണാധികാരികളാണ് കേരളത്തിലുള്ള, ഒന്ന് ഗവർണറും ഒന്ന് മുഖ്യമന്ത്രിയും. ഇവർ നാട്ടിലിറങ്ങിയാൽ പിന്നെ ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുകയാണ്. ഈ ഗവർണറും ഈ മുഖ്യമന്ത്രിയും തമ്മിൽ വാസ്തവത്തിൽ എന്താണ് വ്യത്യാസം? ഇവരെ കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ
പൊറുതിമുട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. ആ ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത്. ഗവർണർക്കെതിരെ ഇവർ സമരവുമായിട്ട് ഇവരെന്തിനാണ് നടക്കുന്നത്? ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവരെ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. രണ്ടിനെ കൊണ്ടും ആളുകൾക്കുള്ള ഗതി ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവും അതിനകത്തില്ല. ഇനി മർച്ചന്റ് അസോസിയേഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗവർണറെ അവരുടെ കാരുണ്യ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിച്ചതിൽ എന്താണ് ഇത്രമാത്രം ആക്ഷേപം? എന്താ? അവർ ഈ പരിപാടി നടത്തും. ഇടതുപക്ഷക്കാരുടെ ആരുടെയും അനുമതി ഈ കാര്യത്തിൽ ആവശ്യമില്ല. അവർക്ക് കേരളത്തിൽ ഇഷ്ടമുള്ളവരെ കൊണ്ട് അവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യിക്കും. ചിലപ്പോൾ ഗവർണറെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കും, ചിലപ്പോൾ മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കും, ചിലപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കും. മാർക്സിസ്റ്റ് പാർട്ടിയാണോ അത് തീരുമാനിക്കുന്നത്? വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്യേണ്ടത് ആരാണ് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് ഇനി അനുവാദം വാങ്ങിക്കണം. എന്തൊരു സ്വേച്ഛാധിപത്യമായത്! അവർക്ക് അങ്ങനെ പറയാനായിട്ട് എന്താ അർഹതയിരിക്കുന്നത്? അതുകൊണ്ട് അവരുടെ കാരുണ്യ പദ്ധതി ഉദ്ഘാടനം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം CPM നടത്തിയാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് പൂർണ്ണമായ പിന്തുണ ഐക്യ ജനാധിപത്യ മുന്നണി നൽകും. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ഗവർണറെ ക്ഷണിച്ചതിൽ എന്താണ് അപാകതയെന്ന് ഇടതുപക്ഷം വ്യക്തമാക്കണം. ഇടതുപക്ഷത്തിന്റെ കൂട്ടത്തിൽ ചേർന്നു നിന്ന് ഭൂപ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ച വ്യാപാരി സംഘടനകളും കർഷക സംഘടനകളും അവർ വഞ്ചിക്കപ്പെട്ടുവെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് സർക്കാരിനെതിരെ തിരിഞ്ഞതെന്നും സർക്കാരിനെ വിമർശിക്കുന്നവരെയെല്ലാം കായികമായി കൈകാര്യം ചെയ്യുമെന്ന ഇടതുപക്ഷത്തിന്റെ ധാർഷ്ട്യം കേരളത്തിൽ വിലപ്പോകില്ലെന്നും നേതാക്കൾ പറഞ്ഞു. വ്യാപാരികൾ നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളെ നേരിടുന്നതിന് എല്ലാ പിന്തുണയും UDF നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, ജോയി ആനത്തോട്ടം, ജോയി കുടക്കച്ചിറ, ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ, വിനോദ് ജോസഫ് എന്നിവർ പങ്കെടുത്തു. ഗവർണർക്കും വ്യാപാരികൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി MM മണി MLA. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർ ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കുന്നത് പിറപ്പ് പണിയാണ്. ഗവർണർക്ക് വ്യാപാരികൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുക്കുന്നത് അംഗീകരിക്കാനാകില്ല. ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളല്ല ഗവർണർ. വലയിടത്തും കിടക്കുന്ന വായ്നോക്കിയൊക്കെയാണ് ഗവർണറായി വയ്ക്കുന്നതെന്നും MM മണി കട്ടപ്പനയിൽ പറഞ്ഞു. ഇവിടുത്തെ കച്ചവടക്കാരുടെ അടക്കം, നിങ്ങളടക്കം, ഞങ്ങളടക്കം ഉള്ളവരുടെ അവകാശമാണ് ഇവിടുത്തെ നിയമ ഭേദഗതി നിയമം. ഒപ്പിടുന്നില്ല. ഒപ്പിടാത്തോണ്ട് ഇവിടെ കൊടുത്ത് നിങ്ങൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് സ്വീകരണം കൊടുക്കുക. എന്നാൽ നിങ്ങൾ വലിയ ജനകീയ പ്രസ്ഥാനം, കച്ചവടക്കാരുടെ സംഘടന, മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞ് നാണമില്ലേ ഇയാളെ കൈ പാരാൻ? എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത്? നിങ്ങളെ ബാധിക്കുന്നില്ലേ ഇവിടുത്തെ ഭൂനിയമം? നിയമസഭ പാസാക്കിയ ബില്ല് ഒപ്പിട്ട് കൊടുക്കുന്നത് ഒപ്പിടാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ ജനാധിപത്യ വിരുദ്ധമല്ലേ? ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരടങ്ങുന്ന നിയമസഭ, മന്ത്രിസഭ കൊണ്ടുവന്ന ബില്ല് നിയമസഭ പാസാക്കിയതാണ്. അത് അംഗീകരിക്കുകയില്ല, ഒപ്പിടുകയില്ല. പിന്നെ ഏതാനും സ്വീകരണം കൊടുക്കാനും കച്ചവടക്കാരാണ്. ഇവരെന്താ ഇങ്ങനെ പേരാൻ ഇങ്ങോട്ട് വിചരിക്കുന്നത്? തമാശല്ല. നിങ്ങൾ ആലോചിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. അല്ല, ആയിക്കോട്ടെ, അയാൾ ചെയ്തോട്ടെ. നമുക്കൊരു കാര്യമാണ്, ഈ 9-ാം തീയതി ഇവിടെ അന്ന് നമ്മുടെ ജില്ല പ്രവർത്തിക്കാൻ നിന്നാൽ പോലെ. ജനത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത ആളായി ഗവർണർ മാറിയെന്ന ഉടുമ്പൻചോല MLA MM മണി. രാജ്ഭവൻ മാർച്ചിന് മുന്നോടിയായി LDF കട്ടപ്പന മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പന ഇടുക്കിക്കവലയിൽ നിന്ന് ഓപ്പൺ സ്റ്റേഡിയത്തിലേക്ക് നടത്തിയ പ്രകടനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ജനുവരി 9 നടക്കുന്ന രാജ്ഭവൻ മാർച്ചിനോടുകൂടിയുള്ള പ്രകടനമാണ് കട്ടപ്പന മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിലേക്ക് നടന്നുവരുന്നത്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ കട്ടപ്പന മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനം നടത്തപ്പെടുകയാണ്. ഭരണഘടനയെയും ജനത്തെയും വെല്ലുവിളിക്കുന്ന സമീപനമാണ് ഗവർണർ സ്വീകരിക്കുന്നത്. RSSന്റെ റബ്ബർ സ്റ്റാമ്പായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഗവർണർ തയ്യാറാകണമെന്നും MM മണി ആവശ്യപ്പെട്ടു. നമ്മുടെ നികുതിയാണ് നിങ്ങളുടെ എൻ്റെ ഈ കേരളത്തിലെ ജനങ്ങളുടെ. ആ നികുതി പണമാണ് എടുത്ത് ദീപാവലി കുടിച്ച്
ദുർവിനിയോഗം ചെയ്ത് കാലുകൂടിപ്പണി കാണിച്ച് ഭരണഘടനയെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് തോന്നിയാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവർണർ എന്ന് പറയുന്ന റബ്ബർ സ്റ്റാമ്പ്. ആയിരം മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണറുടെ പിതാവുകളുടെ സ്വത്താണോ ശമ്പളം മേടിക്കുന്നത്, രാജ്ഭവൻ പ്രവർത്തിക്കുന്നത്? അദ്ദേഹം DAയും രാജ്ഭവനും ഒക്കെ പരിഹാര വൃന്ദങ്ങളെല്ലാം നമ്മൾ വീട്ടിപ്പോറ്റതാണല്ലോ. നമ്മുടെ പൈസയാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സാമാന്യ മര്യാദ ഈ ചാപ്പാണ്ടിരിക്കുന്ന ഈ മുടിഞ്ഞ് നമ്മുടെ ഖജനാവ് കാലിയാക്കുന്ന ഈ പണി ചെയ്യുമ്പോൾ സ്വന്തം ജോലി ഒന്ന് ചെയ്യണ്ടേ പുള്ളി? നിയമസഭ പാസ്സാക്കുന്ന ബില്ല് പാസ്സാക്കി കൊടുക്കണ്ടേ? ഒപ്പിട്ട് കൊടുക്കണ്ടേ? ഗവർണർ പണിയല്ലേ? അതേസമയം ഇടുക്കിയിലേക്ക് ഗവർണറെ ക്ഷണിച്ചിരിക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാറി ചിന്തിക്കണമെന്നും വ്യാപാര സമൂഹം ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും MM മണി പറഞ്ഞു. LDF മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് VR ശശി പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. CPM ഏരിയ സെക്രട്ടറി VR സജി, നേതാക്കളായ ടോമി ജോർജ്, ഷിജോ തടത്തിൽ, ഷാജി കുത്തോടി, രാജൻകുട്ടി മുതുകുളം, KR രാജൻ, ER രവീന്ദ്രൻ, ലൂയിസ് വേഴമ്പത്തോട്ടം, ടെസിൻ കളപ്പുര എന്നിവർ സംസാരിച്ചു. നിയമക്കുരുക്കുകളിൽ കുടുങ്ങിക്കിടന്ന 750 ഓട്ടോറിക്ഷ പെർമിറ്റുകൾ തീർപ്പാക്കി കട്ടപ്പന നഗരസഭ. ആവശ്യമായ ഫിറ്റ്നസ് രേഖകളില്ലാത്ത 200 അപേക്ഷകളും സ്റ്റാൻഡ് കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് തീർപ്പാക്കാത്ത 50 പെർമിറ്റുകളുമാണ് ഇനി അനുവദിക്കാനുള്ളത്. 2022 ഫെബ്രുവരിയിലാണ് 4 വർഷമായി നഗരസഭയിൽ ഓട്ടോറിക്ഷ പെർമിറ്റുകൾ അനുവദിക്കുന്നില്ലെന്ന കാര്യം നഗരസഭാംഗം കൗൺസിലിൽ ചൂണ്ടിക്കാട്ടിയത്. തുടർന്ന് സബ് കമ്മിറ്റി രൂപവൽക്കരിച്ച് അർഹരായവർക്ക് പെർമിറ്റ് നൽകണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഇതോടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള നഗരസഭാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി പെർമിറ്റ് നൽകാൻ തീരുമാനമെടുക്കുകയായിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും 2018 മുതൽ പെർമിറ്റിനായി ലഭിച്ച 1000-ഓളം അപേക്ഷകളിൽ ഒന്നിനു പോലും തീരുമാനമായില്ല. തുടർന്ന് നവംബറിൽ വിവിധ യൂണിയനുകളുമായി ചർച്ച നടത്തി. 18 സ്റ്റാൻഡായിരുന്നു നഗരത്തിലുണ്ടായിരുന്നത്. എന്നാൽ പെർമിറ്റിനായി അപേക്ഷകൾ കുന്നുകൂടിയതോടെ അധികമായി 4 സ്റ്റാൻഡുകൾ കൂടി നഗരസഭ കണ്ടെത്തിയാണ് കൂടുതൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പെർമിറ്റ് നൽകിയത്. കട്ടപ്പന മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം ഏകദേശം 5 വർഷത്തോളമായിട്ട് ഓട്ടോ പെർമിറ്റുകൾ മുനിസിപ്പാലിറ്റി കൊടുക്കാതിരിക്കുമായിരുന്നു. എന്തായാലും ഈ ഭരണസമിതി കയറിയതിനു ശേഷം കൗൺസിലിന്റെ അംഗീകാരത്തോടെ, പ്രത്യേകിച്ച് എല്ലാ ഭരണസമിതി അംഗങ്ങളുടെയും ഒത്തൊരുമയോടുകൂടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമുക്കിപ്പം ഓട്ടോ പെർമിറ്റുകൾ, അതായത് 31 സ്റ്റാൻഡിലായിട്ട് ഏകദേശം 750ഓളം ഓട്ടോകൾക്ക് പെർമിറ്റ് കൊടുക്കാനായിട്ട് നമുക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട്. ഒരു 100ഓളം പെർമിറ്റുകൾ നമ്മളിപ്പം വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പുതിയതായിട്ട് ഓട്ടോ എടുക്കുന്ന ആൾക്കാർക്ക് നമ്മളിപ്പം പെർമിറ്റ് അനുവദിച്ച് കൊടുക്കുന്നില്ല. കാരണം സ്റ്റാൻഡ് നമുക്ക് പെട്ടെന്ന് അലോട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. എന്തായാലും ഒരു 5 വർഷത്തിന് ശേഷം ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ 31 സ്റ്റാൻഡിലായിട്ട് ഓട്ടോ പെർമിറ്റ് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഈ ഭരണസമിതിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പെർമിറ്റിനായി നഗരസഭയ്ക്ക് ലഭിച്ച അപേക്ഷകളിൽ വ്യാപകമായി തെറ്റുകൾ കടന്നുകൂടിയതും അപേക്ഷകളിൽ പലതിനും ആവശ്യമായ ഫിറ്റ്നസ് രേഖകൾ ഇല്ലാത്തതും അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കാൻ താമസം വരുത്തി. പുതിയ ബസ് സ്റ്റാൻഡും പഴയ ബസ് സ്റ്റാൻഡും കേന്ദ്രമായി സ്റ്റാൻഡ് ആവശ്യപ്പെട്ട് കൂടുതൽ അപേക്ഷകൾ ലഭിച്ചതും അധികൃതർക്ക് അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കി. എല്ലാ സ്റ്റാൻഡുകളിലും ആവശ്യത്തിന് ഓട്ടോറിക്ഷകൾ ഉള്ളത് പുതിയ അപേക്ഷ പരിഗണിക്കാൻ തടസ്സമാകുന്നുണ്ട്. സമീപ പഞ്ചായത്തുകളിൽ നിന്നെത്തി പെർമിറ്റില്ലാതെ നഗരത്തിൽ കറങ്ങി നടന്ന ഒട്ടേറെ ഓട്ടോറിക്ഷകൾ സവാരി നടത്തുന്നുണ്ട്. ഇത്തരം വാഹനങ്ങൾക്കെതിരെ പോലീസ് നടപടിയെടുക്കാറുണ്ടെങ്കിലും രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് വിട്ടയക്കുകയാണ് പതിവ്. അന്തരിച്ച CPM മുൻ നേതാവ് PA രാജുവിന്റെ 7ാമത് അനുസ്മരണ ദിനാചരണം വണ്ടിപ്പെരിയാറിൽ നടന്നു. നിരവധി തോട്ടം തൊഴിലാളികളെ അണിനിരത്തി വണ്ടിപ്പെരിയാർ ടൗൺ ചുറ്റിയുള്ള അനുസ്മരണ റാലിയോടെ നടന്ന ദിനാചരണം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, പീരുമേട് തോട്ടം തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി, CPM പീരുമേട് ഏരിയ സെക്രട്ടറി, CITU ജില്ലാ വൈസ് പ്രസിഡന്റ്, വണ്ടിപ്പെരിയാർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയും CPMനെ പീരുമേടിന്റെ മണ്ണിൽ കെട്ടിപ്പടുക്കുവാൻ നിർണായക പങ്ക് വഹിച്ചതുമായ CPM മുൻ നേതാവ് PA രാജുവിന്റെ 7ാമത് അനുസ്മരണ ദിനാചരണമാണ് വണ്ടിപ്പെരിയാറിൽ നടന്നത്. നിരവധി തോട്ടം തൊഴിലാളികൾ അണിനിരന്നുകൊണ്ട് വണ്ടിപ്പെരിയാർ ടൗൺ ചുറ്റിയുള്ള അനുസ്മരണ റാലിയോടെയാണ് ദിനാചരണത്തിന് തുടക്കമിട്ടത്.
തുടർന്ന് വണ്ടിപ്പെരിയാറിൽ നടന്ന അനുസ്മരണത്തിൽ പീരുമേട് തോട്ടം തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി എം തങ്കദുരി അധ്യക്ഷനായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഫെഡറേഷനായ പ്ലാന്റേഷൻ ലേബർ ഫെഡറേഷന്റെ ഉപഭാരവാഹി എന്ന രീതിയിലെല്ലാം ഉജ്ജ്വലമായ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ തൊഴിലാളി പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇന്ന് ഏറ്റവും പ്രധാന രാഷ്ട്രീയ ശക്തികളായി ഇടുക്കി ജില്ലയിൽ വളർന്നു വന്നതും രാജ്യത്തിന്റെ സംഭാവനയും ഭാവനാപൂർണമായ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ത്യാഗപൂർണമായ ഒരു പ്രവർത്തനത്തിൻ്റെ കൂടി ഫലമാണ് എന്ന് ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സംസ്ഥാന പെൻഷൻ ബോർഡ് ചെയർമാൻ R. തിലകൻ, CPM പീരുമേട് ഏരിയ സെക്രട്ടറി S. സാബു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ G. വിജയാനന്ദ്, ശാന്തി ഹരിദാസ്, KM ഉഷ, VJ ജെസി തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ MLA VT സെബാസ്റ്റ്യൻ അനുസ്മരണം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ഉൾപ്പെടെയുള്ളവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. അനുസ്മരണത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന പള്ളിയിലെ സെമിത്തേരിയിൽ VT സെബാസ്റ്റ്യന്റെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. മലയോര ജനതയുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു VT സെബാസ്റ്റ്യൻ എന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ അനുസ്മരിച്ചു. ജില്ലയുടെ വികസനത്തിൽ നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു. കുടിയിറക്ക് വിരുദ്ധ സമരങ്ങളിൽ നേതൃത്വം നൽകിക്കൊണ്ട് ഇടുക്കി ജില്ലയിലെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം, നമുക്കറിയാം, ഒരു 1964-70 കാലഘട്ടങ്ങളിൽ കുടിയിറക്ക് വിരുദ്ധ സമരങ്ങൾക്ക് ഏറ്റവും അധികം നേതൃത്വം കൊടുത്തിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് ശ്രീ VT സെബാസ്റ്റ്യൻ. അതിനുശേഷം ഇടുക്കി ജില്ല രൂപീകരിക്കുന്നതിന് വേണ്ടി ശ്രീ VT സെബാസ്റ്റ്യൻ നടത്തിയ ഐതിഹാസികമായ സമരങ്ങൾ ആണ് ജില്ലയുടെ രൂപീകരണത്തിന് ഇടയാക്കിയത്. അങ്ങനെ കട്ടപ്പനയുടെയും ഇടുക്കി ജില്ലയുടെയും കേരളത്തിലെ ആകെ കുടിയേറ്റ മേഖലയ്ക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും കേരള കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വലിയ പങ്കുവഹിക്കുകയും ചെയ്ത നേതാവാണ് ശ്രീ VT സെബാസ്റ്റ്യൻ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനായിരുന്നുകൊണ്ട്, അതുപോലെ MLA ആയിരുന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ സേവനങ്ങൾ അത് കേരള കോൺഗ്രസ് പാർട്ടിക്കും അതുപോലെ പൊതുസമൂഹത്തിനും ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യമാണ്. നേതാക്കളായ രാരിച്ചൻ നീർണാങ്കുന്നിൽ, ജിൻസൺ വർക്കി, മനോജ് തോമസ്, ജെയിംസ് മളാക്കുഴി, ബിജു ഐക്കര, ബേബി ഓലിക്കരോട്ട്, സാബു മണിമലക്കുന്നിൽ, ഷാജി കൂത്തോടി, ടെസിൻ കളപ്പുര, ടോമി പകുലോമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു. വസ്തു വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ജ്യേഷ്ഠ സഹോദരനിൽ നിന്ന് 1.15 കോടി രൂപ തട്ടിയെടുത്ത അനുജനെ കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തു. കഞ്ഞിക്കുഴി കല്ലിങ്കൽ ബിനു പോളിനെയാണ് ജ്യേഷ്ഠൻ ബിജു പോളിന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂലൈയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. അമേരിക്കയിൽ ജോലി ചെയ്തു വരുന്ന കഞ്ഞിക്കുഴി കല്ലിങ്കൽ ബിജു പോളിന് 3 ഏക്കർ ഭൂമി വാങ്ങി നൽകുന്നതിനാണ് ബിജു പോളിന്റെ സഹോദരൻ ബിനു പോൾ 1.15 കോടി രൂപ തട്ടിയെടുത്തത്. 2 വ്യക്തികളിൽ നിന്നായി സ്ഥലം ഇയാൾ കച്ചവടം ചെയ്യുകയും 59 ലക്ഷം രൂപ വില നിശ്ചയിച്ച ഉടമസ്ഥരുമായി കരാർ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് ബിജു പോളിന് കൊടുക്കുന്നതിനായി വസ്തുവില 1.15 കോടി രൂപയാണെന്ന് കാണിച്ച മറ്റൊരു കരാർ കൂടി ഇയാൾ സൃഷ്ടിച്ചു. ഇതിൻ പ്രകാരം 82 ലക്ഷം രൂപ ഇവരുടെ മാതാവിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു. ബാക്കി 33 ലക്ഷം പിന്നീട് കൈപ്പറ്റുകയും ചെയ്തു. ഇതിനിടെ ബിജു പോൾ നാട്ടിലെത്തുകയും സ്ഥലം കാണുകയും ചെയ്തു. എന്നാൽ ഭൂമിക്ക് പട്ടയം ഇല്ലെന്നറിഞ്ഞതോടെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം അറിഞ്ഞത്. തുടർന്ന് ബിജു പോൾ കഞ്ഞിക്കുഴി സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്ന് കേസെടുത്ത് ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തിവരികയായിരുന്നുവെന്ന് സബ് ഇൻസ്പെക്ടർ അബി പറഞ്ഞു. അമേരിക്കയിലുള്ള ബിജു പോൾ എന്ന ആളോട്, അതായത് അനുജൻ ബിനു പോൾ, പഴയിരിക്കേണ്ട ഭാഗത്ത് 3 ഏക്കറോളം ആദായവും പട്ടയമുള്ള സ്ഥലമുണ്ട്, അത് വാങ്ങാമെന്ന് പറഞ്ഞ് $1 ലക്ഷം അമേരിക്കൻ ഡോളർ അമ്മയ്ക്ക് ഡോളർ DD ആയി വാങ്ങി 82 ലക്ഷം രൂപയുടെ അക്കൗണ്ട് അമ്മയുടെ ചിന്നമ്മ പോളിന്റെ അക്കൗണ്ടിൽ വരുത്തിയ ശേഷം 59 ലക്ഷം രൂപയ്ക്ക് ഈ പട്ടയമോ വേറെ യാതൊരു രേഖകളും ഇല്ലാത്ത 3 ഏക്കർ സ്ഥലവും 2 വീടും കൂടി 59 ലക്ഷം രൂപ മേടിച്ചായി 24/7/2023 തീയതി എഗ്രിമെന്റ് എഴുതി അവരുടെ സ്ഥലം വാങ്ങിയ ശേഷം അന്ന് തന്നെ
24/7/2023 തീയതി തന്നെ 1,15,00,000 രൂപ വാങ്ങിയതായിട്ടൊരു വ്യാജ എഗ്രിമെന്റ് ഉണ്ടാക്കി ഈ 82 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുകയും ഈ സ്ഥലം വാങ്ങിയ സോജൻ എന്ന് പറഞ്ഞ ആളോടും ജോൺസണോ അവരുടെ സ്ഥലമാണ് ഈ 3 ഏക്കർ സ്ഥലം, അവർക്ക് 59 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ശേഷം ഈ 82 ലക്ഷം രൂപ ബാക്കി തട്ടിയെടുക്കുകയും ബാക്കി വരുന്ന 33 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ വേണ്ടി വ്യാജ പ്രമാണം ഉണ്ടാക്കി തട്ടിയെടുക്കാൻ തുടങ്ങിയ ഒരു കേസാണിത്. ഇയാൾ കോതമംഗലത്തിന് സമീപമുണ്ടെന്നറിഞ്ഞ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതിപിടിയിലായത്. സംഭവത്തിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അയ്യപ്പൻകോവിൽ മൃഗാശുപത്രിയിൽ ഡോക്ടറില്ലെന്ന പരാതിയിൽ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ തെളിവെടുപ്പ് നടത്തി. മാധ്യമവാർത്തയെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ മൃഗസംരക്ഷണ വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു നടപടി. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന മൃഗാശുപത്രിയിലാണ് ഡോക്ടറുടെ അഭാവം പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. തുടർന്നുണ്ടായ പരാതിയിലാണ് മൃഗസംരക്ഷണ വകുപ്പ് തെളിവെടുപ്പ് നടത്തിയത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തി. പഞ്ചായത്തിൽ മൃഗഡോക്ടറുടെ സേവനം ലഭ്യമല്ലാത്തതുമൂലം നൂറുകണക്കിന് ക്ഷീരകർഷകരാണ് വലയുന്നത്. നിലവിൽ അയ്യപ്പൻകോവിലിലെ മൃഗാശുപത്രിയിൽ ഡോക്ടർ ഉണ്ടെങ്കിലും മിക്ക ദിവസങ്ങളിലും അവധിയായതാണ് പരാതിക്ക് ഇടയാക്കിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു. മാട്ടുകെട്ട് വെറ്റിനറി ഡോക്ടറുമായി ബന്ധപ്പെട്ടുണ്ടായ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ ഓഫീസിൽ നിന്നും അന്വേഷണത്തിനായിട്ട് ഇന്ന് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറിൻ്റെ സേവനങ്ങൾ ഇവിടെ ലഭിക്കുന്നില്ല എന്നും ഇവിടെ വരുന്നവർക്ക് മരുന്ന് കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള മൊഴികൾ ഇന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നുള്ള മൊഴി രേഖപ്പെടുത്തിയതിലും ചർച്ചയിലും പഞ്ചായത്തുമായി സഹകരിച്ചും ഇവിടുത്തെ മൃഗസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഡോക്ടർ നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തുടർന്ന് പോകുന്നതിനും മറ്റു കാര്യങ്ങളും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുള്ള മരുന്നില്ലെങ്കിൽ അതിന് വേണ്ട ഫണ്ട് വെക്കുന്നതിനുള്ള തീരുമാനമാണ് ഇന്നായിട്ടുള്ളത്. ഡോക്ടർ ഇല്ലാത്ത അവസ്ഥയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫോണിൽ ഡോക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ പരീക്ഷയായതിനാൽ അവധിയെടുത്തെന്നായിരുന്നു മറുപടി. മാട്ടുകെട്ട മൃഗാശുപത്രിയിലെ അവസ്ഥ മാധ്യമ വാർത്തയായതിനെ തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ഗിന്നസ് മാടസ്വാമി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നു. തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ മൃഗസംരക്ഷണ വകുപ്പിനോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. ഇതോടെയായിരുന്നു അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ വി ശാലിനിയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തിയത്. ഡോക്ടർക്ക് തൽക്കാലം താക്കീത് നൽകിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചു. ഇടുക്കി ഡോഗ് സ്ക്വാഡിലേക്ക് പുതിയൊരു അതിഥി കൂടിയെത്തി. തടിയമ്പാട് പ്രവർത്തിക്കുന്ന സിക്വർ ഡോഗ് ട്രെയിനിങ് ആൻഡ് പെറ്റ് കെയർ എന്ന സ്ഥാപനത്തിന്റെ ഉടമയും ജില്ലയിലെ ഡോഗ് ട്രെയിനറുമായ സജി എം കൃഷ്ണനാണ് ഡോഗ് സ്ക്വാഡിലേക്ക് പുതുതായി നായ്ക്കുട്ടിയെ സൗജന്യമായി സമ്മാനിച്ചത്. ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് ടി കെ വിഷ്ണുപ്രദീപ് ജില്ലാ പോലീസിനു വേണ്ടി നായ്ക്കുട്ടിയെ ഏറ്റുവാങ്ങി. 6 മാസം വളർച്ചയെത്തിയ ബെൽജിയൻ മലിനോയിസ് എന്ന വിദേശ ഇനത്തിൽപ്പെട്ട നായ്ക്കുട്ടിയാണ് ഇടുക്കി ഡോഗ് സ്ക്വാഡിലേക്ക് പുതുതായി എത്തിയിരിക്കുന്നത്. തടിയമ്പാട് പ്രവർത്തിക്കുന്ന സിക്വർ ഡോഗ് ട്രെയിനിങ് ആൻഡ് പെറ്റ് കെയർ എന്ന സ്ഥാപനത്തിലൂടെ വിവിധ പ്രായത്തിലും ഇനത്തിനുമുള്ള നായ്ക്കൾക്ക് പരിശീലനം നൽകി വരുന്ന ഡോഗ് ട്രെയിനർ സജി എം കൃഷ്ണൻ സൗജന്യമായാണ് നായ്ക്കുട്ടിയെ ഇടുക്കി ഡോഗ് സ്ക്വാഡിലേക്ക് നൽകിയത്. ജില്ലാ പോലീസ് സൂപ്രണ്ട് ടി കെ വിഷ്ണുപ്രദീപ് IPS സജി എം കൃഷ്ണനിൽ നിന്നും നായ്ക്കുട്ടിയെ ഏറ്റുവാങ്ങി. സജി എം കൃഷ്ണന്റെ പ്രവർത്തനം തികച്ചും അഭിനന്ദനാർഹമാണെന്ന് SP ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു. തടിയമ്പാട് സ്വദേശിയായ ശ്രീ സജി എം കൃഷ്ണൻ സെക്യൂർ ഡോഗ് കെയർ ഷെൽട്ടർ നടത്തുന്ന ശ്രീ സജി എം കൃഷ്ണൻ ഇടുക്കി ജില്ലാ കേണൻ സ്ക്വാഡിന് വേണ്ടിയിട്ട് ഒരു ബെൽജിയൻ മലിനോയി പെട്ട ഒരു പപ്പിയെ ഡൊണേഷൻ നൽകിയിരിക്കുകയാണ്. നമ്മളത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ബെസ്റ്റ് വിശ്വാസം ഈ നിമിഷത്തിൽ നമ്മൾ അറിയിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലെല്ലാം കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിനായി സേനകളിൽ ഉപയോഗിച്ചു വരുന്നത് ഏറെയും ബെൽജിയൻ മലിനോയിസ് ഇനത്തിൽപ്പെട്ട നായ്ക്കളെയാണെന്ന് ഡോഗ് ട്രെയിനർ സജി എം കൃഷ്ണൻ പറയുന്നു. നമുക്ക് ഡോഗിന് ചെറുപ്പം മുതൽ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഡോഗ് സ്കൂളിലേക്ക് ഞാൻ ഇതിൽ ആയിട്ട് ബന്ധപ്പെട്ട് ഡൊണേറ്റ് ചെയ്യുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ സമ്മതം അറിയിച്ചു. അങ്ങനെ ഇടുക്കി SP ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ അത് ഡോഗിനെ ഡൊണേറ്റ് ചെയ്യുമായിരുന്നു. ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ പ്രവർത്തനങ്ങളും അവർ ഈ ഡോഗിനെ കൈകാര്യം ചെയ്യുന്ന രീതികളെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവിടെ ജെനി എന്ന് പറഞ്ഞ ഡോഗ് അതിൻ്റെ വർക്കുകളൊക്കെ കണ്ട് വളരെ ഫേമസ് ആയ ഡോഗാണത്. അപ്പോൾ അതിൻ്റെ പേര് തന്നെയാണ് ഇപ്പോൾ ഇതിലിട്ടിരിക്കുന്നത്. ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ASP B കൃഷ്ണകുമാർ, അസിസ്റ്റന്റ് കമാൻഡന്റ് റോയി, ജില്ലാ ചാർജ് ഓഫീസർ ജമാൽ PH, ഇടുക്കി K9 സ്ക്വാഡ് ഇൻസ്പെക്ടർ റോയി തോമസ് എന്നിവർ പങ്കെടുത്തു. ആധുനിക നിലവാരത്തിൽ ഉയർത്തിയ നിർദ്ദിഷ്ട മലയോര ഹൈവേയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. BMBC നിലവാരത്തിൽ മികച്ച റോഡുണ്ടെങ്കിലും അശ്രദ്ധയും അമിത വേഗതയും അപകടങ്ങളിൽ കലാശിക്കുകയാണ്. അപകടങ്ങൾ കുറയ്ക്കുന്നതിന് പോലീസ് പരിശോധന ശക്തമാക്കണമെന്നാണ് ആവശ്യം. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ ചപ്പാത്ത് മുതൽ കുട്ടിക്കാനം വരെ അടുത്തയിടെയാണ് ആധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച മലയോര ഹൈവേയാക്കിയത്.
ഇത് ഇടുക്കിയുടെ ഗതാഗത രംഗത്ത് തന്നെ പുത്തൻ ഉണർവ് സമ്മാനിച്ചിരുന്നു. എന്നാൽ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള ഭാഗത്ത് ഇപ്പോൾ അപകടങ്ങൾ തുടർക്കഥയാണ്. ചെറുതും വലുതുമായ നിരവധിയായ അപകടങ്ങളാണ് ദിവസേന ഉണ്ടാകുന്നത്. ശബരിമല സീസൺ ആയതോടെ നിരവധി അയ്യപ്പഭക്തരാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഇതോടെ പാതയിലൂടെയുള്ള വാഹനപ്പെരുപ്പവും വർദ്ധിച്ചു. എന്നാൽ പോലീസോ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോ ഇവിടെ യാതൊരുവിധ പരിശോധനയും നടത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ എല്ലാം ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു നമ്മളുടെ ഈ പദ്ധതി. എന്നാൽ ഈ പദ്ധതി പൂർത്തിയായതിനു ശേഷം അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ്. എല്ലാ ദിവസങ്ങളിലും തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഈ അപകടങ്ങൾ ഉണ്ടാകാനുള്ള മെയിനായിട്ടുള്ള കാരണങ്ങൾ നമ്മളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹൈവേ പെട്രോളിങ്ങോ കാര്യങ്ങളോ ഒന്നും കാര്യമായ രീതിയിൽ നമ്മുടെ ഈ കുട്ടിക്കാനം ചപ്പാത്ത് റോഡിൽ അത് നമുക്ക് ഈ സ്പീഡ് കുറച്ച് പോകാൻ വേണ്ടി ഹൈവേയിൽ വെക്കുന്ന പോലെയുള്ള സിഗ്നൽ സംവിധാനങ്ങൾ അതെല്ലാം ചെയ്യേണ്ടതായിരുന്നു. അത് ആ ഒരു ഹൈവേയുടെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന്. എന്നാൽ അതൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് നിരവധി അപകടങ്ങൾ എല്ലാ ദിവസവും തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഭാഗ്യത്തിന് അങ്ങനെയുള്ള മരണവും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാകുന്നില്ല. എങ്കിൽ പോലും അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ്. വഴിപരിചയമില്ലാത്ത ഡ്രൈവർമാരാണ് മിക്കപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. ഏതാനും ആഴ്ചകളുടെ വ്യത്യാസത്തിൽ 2 വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. അടുത്തിടെ ടെമ്പോ ട്രാവലറും പാതയിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. പലപ്പോഴും വളർത്തുമൃഗങ്ങൾ പാത കൈയടക്കുന്നതും അപകടങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. കൂടാതെ പുലർച്ചെ സമയങ്ങളിൽ ശക്തമായ മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നതും അപകടം ക്ഷണിച്ചു വരുത്തുന്നു. പോലീസും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും പാതയിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പരിശോധന ശക്തമാക്കുകയും അപകട മുന്നറിയിപ്പ് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുകയും വേണമെന്ന ആവശ്യവും ശക്തമാണ്. വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്തിന് സമീപം പോത്ത് കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കറുപ്പുപാലം സ്വദേശി ഐശ്വര്യ ഭവനിൽ അരുണിനാണ് പരിക്കേറ്റത്. കറുപ്പുപാലത്തിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന അരുൺ കറുപ്പുപാലം ജംഗ്ഷനിലെത്തിയപ്പോൾ പോത്ത് ബൈക്കിന് കുറുകെ ചാടുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം മറിയുകയും അരുൺ ബൈക്കിൽ നിന്ന് തെറിച്ചു വീഴുകയും ചെയ്തു. അപകടത്തിൽ അരുണിന്റെ കൈക്ക് ഒടിവുണ്ട്. കൂടാതെ കാലിനും പരിക്കേറ്റു. പിന്നീട് വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി അരുണിനെ മാറ്റി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ അലിഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ ഇടിച്ച വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. വനംവകുപ്പിനെതിരെ മാങ്കുളത്ത് ഡ്രൈവർമാരുടെ കൂട്ടായ്മ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധക്കാർ ടൗണിൽ മാങ്കുളം DFOയുടെ കോലം കത്തിച്ചു. പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി ഡ്രൈവർമാർ പങ്കെടുത്തു. വിനോദസഞ്ചാര മേഖലയെ തകർക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമം നടത്തുന്നുവെന്നാരോപിച്ചും വിനോദസഞ്ചാരികളെത്തുന്ന ഇടങ്ങളിൽ വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ച് കടന്നുകയറ്റത്തിന് ശ്രമിക്കുന്നുവെന്നാരോപിച്ചും ഡ്രൈവർമാരുടെ കൂട്ടായ്മയുടെ ഭാഗമായ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതിനെതിരെയുമായിരുന്നു പ്രതിഷേധം. പ്രതിഷേധമുണ്ട്. കാരണം നമ്മുടെ 2 ജനപ്രതിനിധികളെ ഉത്തരവാദിത്തപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മർദ്ദിച്ച് അവർ മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ്. അവരറിയുന്നതനുസരിച്ച് ആ ഉദ്യോഗസ്ഥന്മാർ നമ്മൾ യാതൊരുവിധ ഉപദ്രവങ്ങളും ചെയ്യാതിരിക്കെ അവരും ആശുപത്രിയിൽ പ്രവേശിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഇതിപ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് 18 ലക്ഷം രൂപ കൊടുത്ത് നിർമ്മിച്ചിരിക്കുന്ന പെരുമ്പങ്കുത്തിലെ പവലിയൻ അത് വനഭൂമിയിലാണ് എന്നുള്ള തെറ്റായിട്ടുള്ള വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അവരവിടെ വരികയും അവിടെ പ്രവേശിച്ചിരുന്ന ഗസ്റ്റുകളെ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ അവിടുന്ന് ഇറക്കി വിടുകയെല്ലാം ചെയ്തത്. അവിടെ തർക്കമുണ്ടായി, മർദ്ദനമുണ്ടായി. അതിൻ്റെ പരിണതഫലമായിട്ട് ഇന്നലെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളുണ്ടായി. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡ്രൈവർമാർ പ്രകടനം നടത്തുകയും മാങ്കുളം DFOയുടെ കോലം കത്തിക്കുകയും ചെയ്തു. റേഷൻ കട സിറ്റിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മാങ്കുളം പള്ളി സിറ്റിയിൽ സമാപിച്ചു. മഹാപ്രളയത്തിൽ ഒലിച്ചുപോയ അയ്യപ്പൻകോവിൽ ശാന്തിപാലത്ത് പുതിയ പാലം യാഥാർത്ഥ്യമായി. അയ്യപ്പൻകോവിൽ, ഏലപ്പാറ, വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പഴയ പാലം തകർന്ന് 5 വർഷം കഴിഞ്ഞപ്പോഴാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. ടാറിംഗ് പണികൾ ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷ.
1984 പെരിയാറിന് കുറുകെ ജനകീയ കൂട്ടായ്മ പാലം നിർമ്മിച്ചു. അന്നത്തെ വനമന്ത്രി NM ജോസഫാണ് പാലം ഉദ്ഘാടനം ചെയ്തത്. 34 വർഷത്തിനു ശേഷം 2018 ഓഗസ്റ്റ് 15 മഹാപ്രളയത്തിൽ ഈ പാലം ഒലിച്ചുപോയി. ഇതോടെ മ്ലാമല, ഫാത്തിമുക്ക, ശാന്തിപ്പാലം, പൂണ്ടിക്കുളം, ഹെലിബറിയ, പച്ചക്കാട്, മരുതംപേട്ട, കീരിക്കര തുടങ്ങിയ പ്രദേശങ്ങളിലെ 600ഓളം കുടുംബങ്ങളുടെ യാത്ര മുടങ്ങി. മ്ലാമല സ്കൂളിൽ പഠിക്കുന്ന 100ഓളം കുട്ടികളും വിവിധ എസ്റ്റേറ്റുകളിൽ ജോലിക്ക് പോകുന്ന തൊഴിലാളികളും ദുരിതത്തിലായി. MP, MLA, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം സ്ഥലം സന്ദർശിച്ചു. ഉടൻ പാലമെന്ന വാഗ്ദാനം നൽകി അവരെല്ലാം മടങ്ങി. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന് പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി. 2 ആഴ്ച കൊണ്ട് ശാന്തിപ്പാലത്ത് വാഹനം കടന്നുപോകാൻ പാകത്തിൽ വീണ്ടും പാലം ഉയർന്നു. എന്നാൽ 2019 പ്രളയത്തിൽ ഈ പാലവും ഒലിച്ചുപോയി. തുടർന്ന് ശാന്തിപ്പാലത്ത് കോൺക്രീറ്റ് പാലം വേണമെന്നാവശ്യപ്പെട്ട് മ്ലാമല ഫാത്തിമ മാതാ ഹൈസ്കൂളിലെ കുട്ടികൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി. വിദ്യാഭ്യാസവും തൊഴിലും മുടങ്ങുന്നതടക്കം തങ്ങളുടെയും നാട്ടുകാരുടെയും ദുരിതം കത്തിൽ വിവരിച്ചിരുന്നു. തുടർന്ന് അടിയന്തരമായി പാലം പണിയാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇതോടെയാണ് ഒരു സമൂഹത്തിന്റെ തന്നെ സ്വപ്നം സാക്ഷാത്കാരത്തിലേക്ക് എത്തിയതെന്ന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം B. ബിനു പറയുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം വണ്ടിപ്പെരിയാർ മ്ലാമല ശാന്തിപ്പാലം പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2018 2019 പ്രളയത്തിൽ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് മുഴുവൻ പൂർണ്ണമായും ഒലിച്ചു പോവുകയും ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച ഒരു സ്ഥിതിയായിരുന്നു. ഏറെ ആശങ്കയോടെയാണ് ജനങ്ങൾ ഈ കാര്യത്തെ കണ്ടത്. ഒരു പുതിയ പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി വീണ്ടും ഒട്ടേറെ പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നു. അതിനകത്ത് മ്ലാമല സ്കൂളിലെ കുട്ടികൾ ഇടപെട്ടിരുന്നു. പിന്നെ എന്തായാലും ഗവൺമെൻറ് നാട്ടുകാരുടെ പ്രതീക്ഷയിലും അധികം ഫണ്ട് ഇക്കാര്യത്തിൽ വകയിരുത്തുകയും അടിയന്തരമായി പ്രാധാന്യത്തോടു കൂടി തന്നെ പാലത്തിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തു. ഇടയ്ക്ക് ചില പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഡാമിലെ വെള്ളം തുറന്നു വിട്ടത് കാരണം പണികൾ സമയാസമയം നടത്താൻ കഴിയാതെ വന്ന ചില പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും സമയബന്ധിതമായി തന്നെ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചു. അവസാന ഘട്ടത്തിലെത്തി ടാറിങ്ങും പൂർത്തിയായി. ഇനിയിപ്പം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു പണി കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ശാന്തിപ്പാലത്തുകാരുടെ അശാന്തി തീർന്നു സമാധാനത്തിൽ കഴിയാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഏതാനും മീറ്ററുകൾ മാത്രമാണ് ഇനി ടാറിംഗ് അവശേഷിക്കുന്നത്. BMBC നിലവാരത്തിലാണ് പാലത്തിന് മുകളിലൂടെയുള്ള ടാറിംഗ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കുന്നതോടെ പാലത്തിന്റെ ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. പാലത്തിനൊപ്പം ഇരുവശങ്ങളിലേക്കുമുള്ള പാതകൾ കൂടി ആധുനിക നിലവാരത്തിൽ പണി കഴിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് അയ്യപ്പൻകോവിലിൽ സ്വീകരണം നൽകി. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വീകരണ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പലതരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒന്നും സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ദേശസാൽകൃത ബാങ്ക് വഴി ധാരാളം വായ്പാ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകൾ ഇതിൽ ഭൂരിഭാഗം പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് രാജ്യത്തെ ലീഡ് ബാങ്കുകളുടെ സഹകരണത്തോടെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിലെ ലീഡ് ബാങ്കായ യൂണിയൻ ബാങ്കാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. അയ്യപ്പൻകോവിലിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ലീഡ് ബാങ്ക് മാനേജർ ജോസ് ജോർജ് അധ്യക്ഷനായിരുന്നു. കേന്ദ്ര സർക്കാർ അണ്ടർ സെക്രട്ടറി MG ജയശ്രീ മുഖ്യപ്രഭാഷണം നടത്തി. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജോറി, വിവിധ വകുപ്പ് മേധാവികൾ, യൂണിയൻ ബാങ്ക് കട്ടപ്പന ശാഖാ മാനേജർ അരുൺ റജി, നീരജ് കുമാർ എന്നിവർ പങ്കെടുത്തു. മദർ തെരേസ സേവന അവാർഡിന്റെ ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. അവാർഡ് കമ്മിറ്റി ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ ഉദ്ഘാടനം ചെയ്തു. വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിലാണ് മദർ തെരേസ സേവന അവാർഡിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നത്. സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ മദർ തെരേസ സേവന അവാർഡ് കമ്മിറ്റി ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നല്ല വസ്ത്രം ഇട്ടിട്ട് കാര്യമില്ല. നമ്മളുടെ വസ്ത്രത്തെ ആരും വിശ്വസിക്കില്ല. വസ്ത്രത്തെ അല്ല, വ്യക്തിയെയാണ് വിശ്വസിക്കുക. നമ്മുടെ എന്ത് ജീവനും എന്ത് കിട്ടും അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളായാൽ നിങ്ങൾ ഗ്രോ ചെയ്യില്ല. നിങ്ങൾ ഗ്രോ ചെയ്യും. കുറെ വസ്തുക്കൾ ഉണ്ടാവും, കുറെ സ്വർണ്ണം ഉണ്ടാവും, പറമ്പുണ്ടാവും, വീടുണ്ടാവും, കാശുണ്ടാവും. അത് ഗ്രോത്ത് അല്ല. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ വളരുന്നത് അവന്റെ വ്യക്തിത്വത്തിലാണ്.
അവന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് അവൻ മുഖാന്തരം എത്ര പേർക്ക് ജീവിതത്തിന്റെ നന്മകൾ കൊടുക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ എന്തുമാത്രം എനിക്ക് 3 സെന്റായിരുന്നു, അത് 30 സെന്റായി, 30 സെന്റ്, 3 ഏക്കറായി, 3 ഏക്കർ, 100 ഏക്കറായി, 100 ഏക്കർ, അത് ഇന്നെ അവസാനത്തെ പനി പിടിച്ച് ക്യാൻസർ പിടിച്ച് ചത്തും. കുട്ടികളെ, നിങ്ങളുടെ ഉള്ളിലുള്ള നന്മ, ആ നന്മ വലുതാകുമ്പോൾ നഷ്ടപ്പെട്ടു പോകരുത്. കള്ളത്തരങ്ങളും ചതികളും വഞ്ചനകളും നടക്കുന്ന ഒരു ലോകമാണ്. ഇത്ര മനുഷ്യർ ആത്മഹത്യ ഇടുന്നറിയോ? എന്താ കാരണം അറിയോ? മനുഷ്യരാണ് കാരണം. ഇന്ന് ലോകത്തിലെ എല്ലാ പ്രതിസന്ധികളുടെയും കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഏതാ ഇൻസ്ട്രുമെന്റ് എന്നറിയോ? അയൺ ബോക്സ്. അയൺ ബോക്സ് എന്തിനാ ഉപയോഗിക്കുന്നത്? മലയാളത്തിൽ പറഞ്ഞു, ആ തേപ്പാണ് പ്രശ്നം മുഴുവൻ. പരിപാടിയോടനുബന്ധിച്ച് അഗതി മന്ദിരങ്ങൾക്കുള്ള വസ്ത്രദാനങ്ങളുടെയും കരനെൽകൃഷിയുടെയും ഉദ്ഘാടനം നടന്നു. ഉടുപ്പ് എന്ന പദ്ധതിയിലൂടെ കുട്ടികൾ സമാഹരിച്ച നൈറ്റികൾ ഏറ്റുവാങ്ങുന്നു. ചടങ്ങിൽ ക്യാൻസർ രോഗികൾക്കായി മുടി ദാനം ചെയ്ത കുട്ടികളെ അനുമോദിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, എങ്ങോ പിറന്നു പണ്ടിളം മൂളം കൂട്ടിൽ. MTSA ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ VV റോസ്, രാജൻ P തോമസ്, CV ജോസ്, സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജ്, PTA പ്രസിഡന്റ് ജോജോ കുടക്കച്ചിറ, പ്രധാനാധ്യാപിക വിൻസി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ വിഷമയമില്ലാത്ത പച്ചക്കറികൾ ഇനി ലഭ്യമാകും. കൃഷിഭവന്റെ നേതൃത്വത്തിൽ മേഖലയിലെ കർഷകരിൽ നിന്നും പച്ചക്കറികൾ സ്വീകരിച്ച ആളുകളിലേക്ക് നേരിട്ടെത്തിക്കുന്ന ആഴ്ചച്ചന്തയ്ക്ക് പഞ്ചായത്തിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിലേക്ക് വിഷമയമില്ലാത്ത പച്ചക്കറികൾ ലഭ്യമാക്കുന്നതിനൊപ്പം കർഷകർക്ക് മികച്ച പ്രോത്സാഹനവും വിളകൾക്ക് വിലയും നൽകുക എന്ന ലക്ഷ്യവും കോർത്തിണക്കിയാണ് അയ്യപ്പൻകോവിലിൽ കർഷകരുടെ ആഴ്ചച്ചന്ത ഒരുങ്ങിയിരിക്കുന്നത്. മേഖലയിലെ കർഷകരിൽ നിന്നും പച്ചക്കറികളിൽ ലഭ്യമാക്കുകയും അവ ജനങ്ങളിലേക്ക് വിപണനം ചെയ്യുന്നതുമാണ് വിപണിയുടെ ലക്ഷ്യം. പ്രകൃതി കാർഷിക ഗ്രൂപ്പ് അംഗങ്ങളാണ് വിപണിയുടെ നടത്തിപ്പുകാർ. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ടിയിൽ ആരംഭിച്ച കാർഷിക വിപണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ പച്ചക്കറികൾ കൊണ്ട് വിപണനം ചെയ്യുന്നതിനായിട്ട് ഒരു മാർക്കറ്റ് ഇല്ല എന്നുള്ള നമുക്കിവിടെയുള്ള ഒരു ബുദ്ധിമുട്ടാണ് കാലാകാലങ്ങളായിട്ട്. അപ്പം അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് കൃഷിഭവന്റെ കർഷകരുടെയൊക്കെ നേതൃത്വത്തിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ കച്ചവടം ചെയ്യുന്നതിന് നമ്മുടെ ഈ പഞ്ചായത്തിനകത്ത് തന്നെ വിപണനം നടത്തുന്നതിനുള്ള തുടക്കമാണ് ഇന്നിപ്പോൾ ഈ കർഷക ഗ്രൂപ്പ് തുടങ്ങി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും സ്നേഹത്തോടു കൂടി അവരെ നമ്മൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ തുടക്കമായതുകൊണ്ട് കുറച്ച് പച്ചക്കറിയേ ഉള്ളൂ. ഇത് എല്ലാവരിലേക്കും എത്തി വരുമ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ജയൽജികളും അയൽക്കൂട്ടങ്ങളും ഒക്കെ അതുപോലെ തന്നെ ക്ലസ്റ്ററുകളടക്കം ഒരുപാട് പച്ചക്കറി കൃഷി ചെയ്യുന്നവരുണ്ട്. ഇനിയിപ്പം വിഷുവും ഒക്കെ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ ഇതിനോടൊപ്പം ആരംഭിച്ചുകൊണ്ട് ഇപ്പോൾ പച്ചക്കറി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഓണത്തിനാണെങ്കിൽ പോലും ഒരു മുറം പച്ചക്കറി എന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ പഞ്ചായത്തിനകത്തുള്ളവർക്ക് നമ്മുടെ പച്ചക്കറി തന്നെ വിഷാംശമില്ലാത്ത പച്ചക്കറികൾ അവരിലെത്തിക്കുന്നതിനും വിപണനം നടത്തുന്നതിനൊക്കെ നമുക്ക് സാധിക്കും. പൂർണ്ണമായും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കഴിയും വിധത്തിൽ കൂടുതൽ കർഷകരിൽ നിന്ന് പച്ചക്കറികൾ നേരിട്ട് വിപണിയിൽ എത്തിക്കാനാണ് തീരുമാനം. ഇത് കർഷകർക്ക് കൂടുതൽ പ്രോത്സാഹനവും പ്രചോദനവും നൽകും.
ഒപ്പം വിഷു, ഓണം തുടങ്ങിയ വിപണികളിൽ കുറഞ്ഞ വിലയിൽ സുരക്ഷിതമായ പച്ചക്കറികൾ വിപണി വഴി പ്രദാനം ചെയ്യാൻ കഴിയും. കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിപണി നടത്തിപ്പുകാരായ റോയി ഉപ്പൂട്ടിൽ, പവിത്രൻ പരുന്തം കവലയിൽ, മറ്റു കർഷകർ, പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് ശിവൻ കോളനിയെ ഡോക്ടർ അംബേദ്കർ SC കോളനിയായി അംഗീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി യോഗം ഉദ്ഘാടനം ചെയ്തു. കോളനി വികസനത്തിന് വേണ്ടി 1 കോടി രൂപയാണ് മാറ്റിവച്ചിരിക്കുന്നത്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം രാജ മാട്ടുകാരൻ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന പട്ടികജാതി വികസന ഓഫീസർ ദിലീപ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊജക്ട് ഓഫീസർമാർ, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഓൾ ഇന്ത്യ വരശൈവ മഹാസഭ ഇടുക്കി ജില്ലാ കുടുംബസംഗമവും പ്രതിഭ പുരസ്കാര സമർപ്പണവും ജനുവരി 7-ാം തീയതി ഞായറാഴ്ച ചെറുതോണി പോലീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, ഉടുമ്പൻചോല MLA MM മണി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഹൈറേഞ്ചിലെ വഴിയോരങ്ങളിലെ മാലിന്യ കാഴ്ചകൾ മായുന്നു. സ്നേഹാരാമം പദ്ധതിയിലൂടെ NSS കേഡറ്റുകൾ വിവിധ മേഖലകൾ മനോഹരമാക്കി. വൃത്തിഹീനമായ സ്ഥലങ്ങൾ ഏറ്റെടുത്താണ് അവധിക്കാല സപ്തദിന ക്യാമ്പുകളുടെ ഭാഗമായി പൂന്തോട്ടങ്ങൾ നിർമ്മിച്ച വോളണ്ടിയർമാർ മനോഹരമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ക്രിസ്തുമസ് അവധിക്കാലത്ത് ജില്ലയിലെ NSS കേഡറ്റുകൾ തങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തിരഞ്ഞെടുത്ത പൊതുസ്ഥലം വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യുക മാത്രമല്ല, മനോഹര സ്ഥലങ്ങളായി ഓരോ ഇടവും മാറ്റി. ഞങ്ങൾ NSSന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നി, മാലിന്യം നിറഞ്ഞാണല്ലോ, ഇവിടെ ഈ മാലിന്യമായ സ്ഥലം നല്ല രീതിയിലൊന്ന് ആക്കിയെടുക്കണം, ഹരിതമായൊരു പ്രദേശമാക്കിയെടുക്കണം ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. മാലിന്യം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശവും വൃത്തിഹീനമായി കിടക്കുന്ന പൊതുസ്ഥലവും ഏറ്റെടുത്ത ഓരോ NSS യൂണിറ്റും പൊതുജന പങ്കാളിത്തത്തോടെ ശുചീകരിച്ച ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി. ഒരു സന്നദ്ധ സംഘടനയാണ് നാഷണൽ സർവീസ് സ്കീം. 1969 ഇത് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇതിൻ്റെ ആപ്തവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം, നോട്ട് മീ ബട്ട് യു. നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നാം പ്രവർത്തിക്കേണ്ടത്. വ്യക്തിത്വ വികസനം ഉണ്ടാകണമെങ്കിൽ അത് സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ ആകണം എന്ന ഗാന്ധിജിയുടെ ആശയത്തെ ഊന്നിയാണ് ഈ നാഷണൽ സർവീസ് സ്കീം പ്രവർത്തിക്കുന്നത്. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1, +2 വിഭാഗത്തിലായി 100 കുട്ടികളാണ് ഇതിൻ്റെ വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ നവകേരള മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ് മാലിന്യ മുക്ത നവകേരളം. പഞ്ചായത്തും ശുചിത്വ മിഷനും ചേർന്നാണ് ഇത്തരം പരിപാടികൾ എല്ലായിടത്തും ആസൂത്രണം ചെയ്യുന്നത്. പച്ചത്തുരുത്ത ചുമർ ചിത്രം, വെർട്ടിക്കൽ ഗാർഡൻ, പാർക്ക്, വിശ്രമ സംവിധാനം എന്നിങ്ങനെ വോളണ്ടിയർമാരുടെ സർഗാത്മകത വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു പ്രദേശം സ്നേഹാരാമമായി മാറ്റിയെടുത്തത്. ഇരിപ്പിടങ്ങളും ചുവർ ചിത്രങ്ങളും ബോർഡുകളും സ്ഥാപിച്ച് മനോഹരമാക്കുകയും ചെയ്തു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്കാലയില വിവരം. ആകലോട്ട് 250, വിൽപ്പനയ്ക്ക് വന്നത് 82,680, വിൽപ്പന നടന്നത് 81,767, കൂടിയ വില 2,377, ശരാശരി വില 1,759. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 585 രൂപ, ഏലം കൂടിയ വില 1,650, ഏലം ശരാശരി വില 1,400. കാപ്പിപ്പരിപ്പ് 240, ഗ്രാമ്പു 1000, കൊക്കോ 52, റബ്ബർ 147. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,800 രൂപ, വെള്ളി 78.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ കുടുംബത്തിന് നേരെ ആക്രമണത്തിൽ പെൺകുട്ടിയുടെ പിതാവിനും മുത്തച്ഛനും കുത്തേറ്റു. ആക്രമണം നടത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പീരുമേട് DYSP ഓഫീസ് ഉപരോധിച്ചു. ഇടുക്കി ജില്ലയിൽ ഗവർണർ എത്തുന്ന 9-ാം തീയതി ചൊവ്വാഴ്ച ഹർത്താൽ പ്രഖ്യാപിച്ച് LDF ജില്ലാ നേതൃത്വം. ഗവർണർ തൊടുപുഴയിലെത്തുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുവാൻ. യാതന അനുഭവിക്കുന്നവന്റെ മേൽ തീക്കനൽ കോരിയിട്ട് പീഡിപ്പിക്കുന്നതിന് തുല്യമായ നടപടിയാണ് ചൊവ്വാഴ്ചത്തെ ഹർത്താലെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. ഗവർണർക്കും വ്യാപാരികൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി MM മണി. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർ ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കുന്നത് പിറപ്പ് പണിയാണ്. ഗവർണർക്ക് വ്യാപാരികൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുക്കുന്നത് അംഗീകരിക്കാനാകില്ല. വലയിടത്തം കിടക്കുന്ന വായി നോക്കിയൊക്കെയാണ് ഗവർണറായി വയ്ക്കുന്നതെന്നും MM മണി. നിയമക്കുരുക്കുകളിൽ കുടുങ്ങിക്കിടന്ന 750 ഓട്ടോറിക്ഷ പെർമിറ്റുകൾ തീർപ്പാക്കി കട്ടപ്പന നഗരസഭ. ഇനി അനുവദിക്കാനുള്ളത് ആവശ്യമായ ഫിറ്റ്നസ് രേഖകളില്ലാത്ത 200 അപേക്ഷകളും സ്റ്റാൻഡ് കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് തീർപ്പാക്കാത്ത 50 പെർമിറ്റുകളും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.